ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ നോർമൽ മെഷീൻ വെച്ചിട്ട് ഇൻവിസിബിൾ സിബ് ഇത്ര പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാന്നുള്ള വീഡിയോ ആണ്. അപ്പോൾ ഒരുപാട് പേർക്ക് ഇതെന്തായാലും യൂസ്ഫുൾ ആവും. കാരണം എല്ലാവരുടെ കയ്യിൽ ഹൈ സ്പീഡ് മെഷീനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ സാധാരണ നോർമൽ മെഷീനായിരിക്കും തുടക്കക്കാരുടെ ഒക്കെ കയ്യിലുണ്ടാവുക അല്ലേ. അപ്പോൾ നമുക്കും ഈ ഒരു ഇൻസിബ് എങ്ങനെയാണ് നമ്മുടെ മെഷീൻ വെച്ചിട്ട് ചെയ്തെടുക്കാമെന്നുള്ള വീഡിയോ ആണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കണം. അപ്പോൾ നിങ്ങളുടെ ലൈക്കും കമൻസൊക്കെ എനിക്ക് ഒരുപാട് ഉപകാരപ്പെടുന്നുണ്ട് കേട്ടോ. കാരണം നമ്മുടെ വീഡിയോസ് കുറേ പേരിലേക്ക് കൂടെ എത്തിക്കാനും ഒക്കെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കമൻസൊക്കെ കാണുമ്പോൾ എനിക്കും ഒരുപാട് സന്തോഷമാണ്. കാരണം നമ്മളൊരു കാര്യം ചെയ്തിട്ട് അത് ഇഷ്ടപ്പെട്ടിട്ട് നമുക്ക് അതിൻ്റെ ഒരു അഭിപ്രായം കേൾക്കാമെന്നുള്ളത് എല്ലാവർക്കും ഒരു സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ലൈക്കിലൂടെയും കമൻറ്റിലൂടെയും എന്നെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ നമ്മുടെ ഇൻസിബ് എന്ന് പറയുന്നത് നല്ല വശം ഇതുപോലെ പ്ലെയിൻ ആയിട്ടും ചീത്ത വശം ഇതുപോലെ ഇങ്ങനെ പല്ല് മുകളിലേക്ക് ഇങ്ങനെ പൊങ്ങിക്കിടക്കുന്ന രീതിയിലുള്ള ഭാഗമായിരിക്കും ഇതിൻ്റെ മോശം ഭാഗം. അപ്പോൾ ഇതിൻ്റെ നല്ല വശമാണ് കേട്ടോ ഈ കാണുന്നത്. പ്ലെയിൻ ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഇൻസിബ് എന്ന് പറയുന്നത് തന്നെ നമ്മൾ ഉള്ളിൽ ഷിബ് ഉണ്ടെന്ന് അറിയില്ലല്ലോ. അപ്പോൾ അതുപോലത്തെ ഒരു ഭാഗമായിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു ചോക്കോ പെൻസിലോ പെന്നോ ഒക്കെ എടുത്തിട്ട് നമ്മുടെ ഷിബിൻ്റെ നേരെ താഴെ ഒരു മാർക്കിങ് കൊടുക്കുക. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ സിബ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കത് എടുക്കുമ്പോൾ ഏറ്റക്കുറച്ചിലൊന്നും വരാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു കറക്റ്റ് മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. ചോക്കല്ലാതെ നിങ്ങൾക്ക് പെന്നോ പെൻസിലോ വെച്ചിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മളിത് ഷിബ് വെക്കാൻ പോവുകയാണ്. അപ്പോൾ ഷിബിനെ നോർമലിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്യുക. ട്വിസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ ആ ഒരു ഷിബിൻ്റെ പല്ല് വരുന്ന ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം നമ്മുടെ കൈക്കുഴിൻ്റെ ഈ ഒരു സൈഡിലേക്കാവണം വരേണ്ടത്. അതേപോലെ തന്നെ മുകളിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ടില്ലേ ചോക്ക് വെച്ചിട്ട്, ആ ഒരു ഭാഗം വരണം മുകളിൽ വരേണ്ടത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിക്കാൻ വേണ്ടിയിട്ട് മറന്നു പോകണ്ട. കാരണം ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ എന്തായാലും അതൊന്നും കൂടെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണിച്ചു തരാനും കൂടെ വേണ്ടിയിട്ടാണ്. ഞാനൊരു വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടണം. ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ചെയ്തു പോയിട്ട് അതുകൊണ്ടൊരു കാര്യമില്ല, കാണുന്ന നിങ്ങൾക്കും കൂടെ ഉപകാരപ്പെടണം. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ വരികയാണെങ്കിൽ നിങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ട് മറന്നു പോകണ്ട കേട്ടോ. അപ്പോൾ നമ്മളൊരു സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു പല്ലിനെ നമ്മളൊന്ന് അകത്തി വെച്ചാൽ നമുക്കിങ്ങനെ അകലും. നമുക്ക് അതിൻ്റെ ചാരി വേണം പിന്നെ വീണ്ടും സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ അതിനെ നമ്മൾ ജസ്റ്റ് വീണ്ടും മുകളിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ വിരൽ വെച്ചിട്ട് ആ ഒരു ഷിബിൻ്റെ ആ പല്ലിനെ നമ്മുടെ വിരൽ വെച്ചിട്ട് ഇങ്ങനെ അകത്തി വെച്ചിട്ട് അതിൻ്റെ എഡ്ജിലൂടെ വേണം നമുക്ക് സ്റ്റിച്ച് കൊടുക്കാനായിട്ട്. അപ്പോഴാണ് നമുക്ക് ആ ഒരു സിബ് കാണാത്ത രീതിയിലാവുക. അപ്പോൾ ഫസ്റ്റ് ഒരു സ്റ്റിച്ച് കൊടുത്തത് എന്തിനാണെന്ന് വെച്ചാൽ ജസ്റ്റ് നമുക്ക് ആ ഒരു ഷിബിനെ അവിടെ ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട് കൊടുത്തതാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് വെച്ചെടുക്കുമ്പോൾ ചിലപ്പോൾ ബുദ്ധിമുട്ടാവും. കാരണം എന്താണെന്ന് വെച്ചാൽ അതിങ്ങനെ തെന്നിപ്പോയാൽ നമുക്ക് ഈ ഒരു കറക്റ്റ് ഷേപ്പിൽ അത് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ആദ്യം ജസ്റ്റ് ആ സിബിനെ അവിടെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ രണ്ടാമത്തെ വട്ടം സ്റ്റിച്ച് ചെയ്യുമ്പം അതിൻ്റെ ആ ഒരു ഷിബിൻ്റെ പല്ലിനെ അകത്തി വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലൂടെ നമുക്ക് സ്റ്റിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ ഒരു ഷിബിനെ ഒന്ന് ഇതിൻ്റെ മുകളിലേക്കൊന്ന് വലിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും നമ്മൾ ആ ഒരു സ്റ്റിച്ച് ചെയ്യുന്ന ഇടയിൽ ആ ഒരു പല്ലിൻ്റെ മുകളിലൂടെയാണ് സ്റ്റിച്ച് പോകണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് ഈ ഷിബ് മുകളിലേക്ക് കയറ്റാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതുപോലെ നമുക്ക് ഈസി ആയിട്ട് തന്നെ കയറാൻ പറ്റും. പിന്നെ ഈ ഒരു മെറ്റീരിയൽ ഇതുപോലെ ആയതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു വശത്തെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. രണ്ടാമത്തെ വശം വെക്കേണ്ടത് എല്ലാവർക്കും ഒരു കൺഫ്യൂഷനാണ് അല്ലേ. അത് മാറ്റിത്തരാം. അപ്പോൾ രണ്ടാമത്തെ വശം ഇതുപോലെ അതിൻ്റെ നല്ല വശത്തിൻ്റെ മുകളിലേക്ക് നമ്മളിതുപോലെ വെക്കുക, ചേർത്ത് വെച്ചിട്ട്. ഇപ്പോൾ ഈ ഷിബ് നിങ്ങൾക്ക് നിൽക്കുന്നത് കാണുന്നുണ്ടാവും. നമ്മുടെ നല്ല വശം താഴെ ഭാഗത്തേക്കായിട്ടാണ് നിൽക്കുന്നത്. നമ്മൾ ഷിബിൻ്റെ നല്ല വശം നമ്മൾ ആ വലിച്ചെടുക്കുന്ന ആ ഒരു ഭാഗമല്ലേ, അത് നേരെ നമ്മുടെ താഴെ ഈ ഷിബിൻ്റെ നേരെ താഴെ ആയിട്ടാണ് നിൽക്കുന്നത്. അത് നിങ്ങളൊന്ന് വെക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. ജസ്റ്റ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ ഒന്ന് ഏതെങ്കിലും ഒരു പഴയ തുണിയിൽ ഒരു ഷിബ് ഇതുപോലത്തെ കയ്യിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ വാങ്ങിച്ചിട്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾ നല്ല തുണിയിൽ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതുപോലെ വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് അപ്പോൾ ഇതിൻ്റെ ഈ ഒരു പല്ല് വരുന്നത് നമ്മൾ ആം ഹോളിൻ്റെ ആ ഒരു ഭാഗത്തേക്കായിരിക്കും ഉണ്ടാവുക. അത് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഈ ഒരു രണ്ടാമത്തെ വശത്തേക്ക് വെക്കുമ്പം ഇതുപോലെയാണ് വെക്കേണ്ടത്. അവിടെ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, ഒരു സ്റ്റിച്ച് കൊടുക്കുക.
സെൻറ്ററിലൂടെ ഒരു സ്റ്റിച്ച് ആദ്യം കൊടുത്താൽ മതി. അപ്പോൾ ഇത് വെക്കുമ്പോൾ മുകളിലത്തെ ഭാഗം നമ്മൾ മാർക്ക് ചെയ്തില്ലേ ചോക്ക് വെച്ചിട്ട്, അവിടെ ഒന്ന് കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് വേണം നിങ്ങൾ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമ്മളെ ഈ ഒരു ഷിബ് ഉണ്ടാവുക ട്വിസ്റ്റ് ചെയ്ത ഇതിലായിരിക്കും ഉണ്ടാവുക. ഒന്ന് ശരിയാക്കി വെച്ചിട്ട് ഇതുപോലെ ഷിബ് കയറ്റിയെടുത്തപ്പം കറക്റ്റാണ് നമ്മൾ വെച്ചത്. ഓക്കെ, കറക്റ്റാണെന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ ഇതുപോലെ ഒരു സ്റ്റിച്ച് നമ്മൾ കൊടുത്തിട്ടുള്ളൂ, പല്ലകത്തി വെച്ചിട്ടുള്ള സ്റ്റിച്ച് കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് ഷിബ് കാണുന്നത് കേട്ടോ. ഞാൻ വീണ്ടും ഈ ഒരു സിബിനെ ഓപ്പൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് ആ ഒരു സീക്വൻസുകൾ ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ അതിങ്ങനെ ഇടയ്ക്ക് കയറി കുടുങ്ങുന്നുണ്ട്. അപ്പോൾ ഇനിയാണ് നമ്മൾ ഇതിനെ കാണാത്ത രീതിയിലാക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് നമ്മൾ വെച്ച പോലെ തന്നെ അതൊരു അറേഞ്ചിലാണല്ലോ സ്റ്റിച്ച് ചെയ്തത്. ഇനി നമ്മൾ ഇതുപോലെ വെച്ചിട്ട് നേരത്തെ നമ്മൾ ചെയ്തില്ലേ പല്ല് അകത്തി വെച്ചിട്ട് നമ്മളെ വിരൽ വെച്ചിട്ട് നമുക്ക് അതിൻ്റെ സ്റ്റിച്ച് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും കേട്ടോ, ഒന്നും കൂടെ കറക്റ്റായിട്ടുണ്ടാവും. അപ്പോൾ ഇതുപോലെ നമ്മൾ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഒരു വിരൽ വെച്ചിട്ട് ഈ ഒരു പല്ലിനെ അകത്തി കൊടുക്കുക. എന്നിട്ട് അതിലൂടെ ഒരു വരമ്പ് പോലെ ഉണ്ടാവും നമുക്കത് സ്റ്റിച്ച്. നിങ്ങൾക്ക് ചെയ്യുമ്പോൾ അറിയാൻ പറ്റുന്നുണ്ടാവും, ഞാൻ പറയുന്നതിനെക്കാട്ടിലും സ്റ്റിച്ച് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മുടെ വിരൽ വെച്ചിട്ട് അകത്തി വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കതിനെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് എന്നൊന്ന് ഇതിന് ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് വലിച്ചു കൊടുക്കാം. അപ്പോൾ ഷിബിനെ ഇതുപോലെ നമ്മൾ നല്ല വശത്തേക്കാക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു വലിച്ചിനെ ഇത് വെച്ചിട്ട് ഇതുപോലെ ഞാൻ മുകളിലേക്കൊന്ന് വലിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ സീക്വൻസ് എനിക്ക് ഇടയ്ക്ക് നല്ല പണി തരുന്നുണ്ട്, കാരണം വലിച്ചെടുക്കുമ്പോൾ ഇങ്ങനെ കുടുങ്ങുന്നുണ്ട് കേട്ടോ, സീക്വൻസാണ് കുടുങ്ങുന്നത്. ഇപ്പോൾ കണ്ടില്ലേ നമുക്ക് എത്ര നല്ല നീറ്റായിട്ടാണ് ഈ ഒരു ഷിബ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. ഒരു തരി പോലെ നമുക്ക് പുറത്തേക്ക് കാണാത്ത രീതിയിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ല സിമ്പിളായിട്ട് ഏറ്റവും സിമ്പിളായിട്ടുള്ള മെത്തേഡാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ മനസ്സിലായിട്ടുണ്ടാവും തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ പ്ലീസ് എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ഒരു വീഡിയോ കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ കമൻസ് അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്കറിയാൻ പറ്റില്ല നിങ്ങൾക്ക് എത്രത്തോളം അത് മനസ്സിലായിട്ടുണ്ടാവുന്നില്ലത്. അപ്പോൾ നിങ്ങൾ പറഞ്ഞെങ്കിൽ എനിക്കത് അറിയാൻ പറ്റുള്ളൂ. അതുപോലെ നിങ്ങൾ പറഞ്ഞാലല്ലേ എനിക്ക് അടുത്ത വീഡിയോയിൽ അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ, നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ അത് കാണിച്ചു തരാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എൻ്റെ എല്ലാ കൂട്ടുകാരും പ്ലീസ് ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക കേട്ടോ. പിന്നെ ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്കായിട്ടും അറിയിക്കുക. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്തെങ്കിലും ഇതിൽ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റായിട്ടും കൂടെ അറിയിക്കാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഷിബിൻ്റെ മുകളിൽ അവർ കാണുന്ന ഭാഗം നമ്മൾ അതിൻ്റെ ഉള്ളിലേക്കാക്കിയിട്ട് ഇപ്പോൾ നമ്മൾ മടക്കിയെടുത്തില്ലേ അതിൻ്റെ ഉള്ളിലേക്കാക്കിയിട്ടൊന്ന് വെച്ച് ഇതുപോലെ സ്റ്റിച്ച് ചെയ്താൽ നല്ല ഫിനിഷിംഗ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും, യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അറിയാലോ, ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകണ്ട. പിന്നെ ഈ വീഡിയോൻ്റെ ഫുള്ള് ഡീറ്റെയിൽസും കാര്യങ്ങളും ഫ്രോക്കിൻ്റെ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് മുന്നത്തെ വീഡിയോയിൽ. അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കാം. ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഉടനെ തന്നെ വരുന്നതാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ സ്ലീവൊക്കെ നല്ല ഭംഗിയുള്ള ഒരു ന്യൂ മോഡൽ സ്ലീവാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെയും കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നത്. ഇതിൽ ഒരുപാട് കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നുണ്ട്. പ്ലീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസ് ആണെങ്കിൽ ചാനലാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഈ ഒരു ഫീൽഡിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ പുതിയ മോഡൽസും ഡീറ്റെയിൽസൊക്കെ നമുക്ക് വീഡിയോസിൽ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് എന്നെ സപ്പോർട്ട് ചെയ്തതിൽ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണും വരേക്കും ബൈ.